Hello guys, welcome back to our another video of our Continental Clash. അപ്പോൾ ഈ മാച്ച് രണ്ടാമത്തെ സെമി ഫൈനലാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്ത എല്ലാവരും എന്താ പറയാ ആകാംക്ഷയോടെ കാത്തിരുന്ന നിമിഷം ആ മാച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, നൺ അനദർ ദാൻ നമ്മുടെ വക്കോട്ടിയും ശ്രേയസും തമ്മിലുള്ള ഒരു മാച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ടോപ്പ് പ്ലേയേഴ്സ് ഫ്രം കേരള, കേരള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും. ടോപ്പ് പ്ലെയർ ഫ്രം ഇന്ത്യ അല്ലെങ്കിൽ വേൾഡ് എന്ന് പറയാം. രണ്ട് പ്ലേയേഴ്സാണ് നമ്മളിപ്പോ, അവർ രണ്ട് പേരുടെ മാച്ചാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. ഇതാ നമ്മൾ കാണുന്നത് ശ്രേയസിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂലാണ്. ഒബ്വിയസ്ലി ആ ആ ഒരു യുണീക് ഫോർമേഷൻ ആണ് നമ്മുടെ വക്കൗട്ട് യൂസ് ചെയ്യുന്നത്. ശ്രേയസിന്റെ നോർമൽ ഫോർമേഷൻ 4-2 ആണെങ്കിൽ പോലും ആ യുണീക് ഫോർമേഷനെ ഓപ്പോസ് ചെയ്യാനായിട്ട് ശ്രേയസ് ഒരു RMFനെ ഒന്ന് മെസ്സിനെ RMFിലേക്ക് ഒന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. അത് ആ സെന്ററിൽ വരുന്ന കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിം പ്ലേ ഒഴിവാക്കാനായിരിക്കും ശ്രേയസിന് കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് അപ്പോൾ അത് കളിക്കാൻ പറ്റും. ഓക്കെ, നമ്മ മാച്ച് തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. പിർലോ ഗോട്ട് ദ ബോൾ. Platini. Oh, nice pass, Platini. Again, Eto'o to Platini. Looking for space and to Eto'o. Eto'o, simple as that. Eto'o ഒരു ഫ്രീ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. ആ ഒരു ടൈമിൽ വേറെ ആരും ഉണ്ടായില്ല, ഓപ്പൺ ചാൻസ് ആയിരുന്നു. അത് ബ്രേക്ക് ചെയ്തത് വേറെ ഒന്നല്ല, പാസിംഗ് ആണ്. വെറും ശ്രേയസിന്റെ പാസ് ആൻഡ് മൂവ് എന്ന് പറയുന്ന ആ ഒരു ഒറ്റ ഇതുകൊണ്ടാണ്, വേറെ സ്കില്ലോ ഒന്നും ഇടേണ്ടി വന്നില്ല. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് വക്കുവിന്റെ ആ ഡിഫൻസ് പൊട്ടിക്കുകയുണ്ടായിരുന്നത്. ഓക്കെ, ഇത് വക്കു ആണ്. ഹി വിൽ ബാക്ക്. ഓക്കെ, വക്കുവിന്റെ അറ്റാക്ക്. വക്കു നൈസ് പാസ് ടു പെലെ ആൻഡ് തിരിച്ച് വക്കുവിന്റെ മറുപടി, അതും പെലയിലൂടെ തന്നെ. വാട്ട് എ സിമ്പിൾ ഫിനിഷ് ഫ്രം വക്കു. എന്താ പറയാ, എക്സ്പീരിയൻസിന്റെ അങ്ങേറ്റം. സിമ്പിൾ ആയിട്ട് പ്രഷർ ഇല്ല, കാമാനായി പ്ലേ ചെയ്യുക, ഗെയിം പ്ലേയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. സിമ്പിൾ ആസ് ദാറ്റ്. വക്കു സ്കോർ ചെയ്തു 1-1. Here we go. കളി തുടങ്ങിയിട്ടുള്ളൂ. 10 മിനിറ്റ്സിൽ 2 ഗോൾ വീണിരിക്കുന്നു. 1-1. പിർലോ മൾഡിനയിലേക്ക് ലെഫ്റ്റ് ഫ്ലാങ്കിലേക്ക് മൂവ് ചെയ്തിരിക്കുന്നു. ഓക്കെ, പാസ് ടു പ്ലാറ്റിനി. ഓക്കെ, പ്ലാറ്റിനി അഗെയിൻ. നൈസ് പാസ് ടു എറ്റോ ആൻഡ് ബാക്ക് പാസ് ആൻഡ് ലോഫ്റ്റഡ് പാസ്. ഓക്കെ, അതൊരു ബാക്ക് പാസിന്റെയും ലോഫ്റ്റഡ് പാസിന്റെയും കോമ്പിനേഷൻ ആണ് അവിടെ ശ്രേയസ് യൂസ് ചെയ്തത്. ഓക്കെ, here we go. വക്കുവിന്റെ കയ്യിലാണ് ബോൾ. വക്കു ഗോട്ട് ദ ബോൾ ആൻഡ് വക്കു ലയണൽ മെസ്സിക്ക് പാസ് ചെയ്തു. ഓക്കെ, പെലെ ലെഫ്റ്റ് വിങ്ങിൽ. ഓക്കെ, ഫേക്ക് ഷോട്ട്. ഓ, നൈസ് ഡിഫെൻഡിങ് ഫ്രം ശ്രേയസ്. ഓക്കെ, പ്ലാറ്റിനി നൈസ് കൗണ്ടർ. ഓക്കെ, ശ്രേയസിന്റെ കൗണ്ടർ യൂസിങ് പ്ലാറ്റിനി. ഓക്കെ, സ്റ്റോപ്പ്. ഓ, വാട്ട് എ ടച്ച്. വക്കുവിന്റെ ഡിഫൻസ് അവിടെ പൊട്ടി, ബട്ട് സ്റ്റിൽ മാനേജ്. വക്കു അത് മാനേജ് ചെയ്തു, ഡിഫൻഡ് പൊട്ടാതെ. ഓക്കെ, മെസ്സിയുടെ റൺ. ഓക്കെ, വക്കുവിന്റെ മെസ്സിയുടെ റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയലി ഡേഞ്ചറസ്. ഓക്കെ, അത് ഭാഗ്യത്തിന് അത് ഇന്റർസെപ്റ്റ് ചെയ്യാൻ ശ്രേയസിന് സാധിച്ചു. ഓക്കെ, പ്ലാറ്റിനി ഗോട്ട് ദ ബോൾ. പ്ലാറ്റിനി പാസ് ടു മെസ്സി. നൈസ് പാസ് ആൻഡ് ഇന്റർസെപ്റ്റഡ് ബൈ എഡ്ഗർ ഡേവിസ്. നൗ ഗിൽബർട്ടോ സിൽവ. മെസ്സി. Nice pass to Pele. Wow, what a one-touch pass. And okay, Vieira got the ball. Pirlo. Okay, fake pass. Wow, what a run from Pirlo again. Fake pass. ഓക്കെ, വക്കുവിന്റെ ഫോർമേഷൻ സ്പ്രെഡ് ചെയ്യുകയാണ് ഇവിടെ ശ്രേയസ് ചെയ്യുന്നത്. അപ്പോൾ ആ സെന്ററിലെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയും അതേപോലെ പാസ് ബ്ലോക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് ഇവിടെ ശ്രേയസ് കുറച്ചത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വക്കുവിനെ അവിടെ മിസ്റ്റേക്കിലൂടെ ഒരു ബോൾ കിട്ടി. പെലെ റൺ എടുക്കുന്നു. ഓക്കെ, ഇന്റർസെപ്റ്റ് ചെയ്തുകൊണ്ട് ശ്രേയസ്. ഓക്കെ, നൈസ് കൗണ്ടർ ഫ്രം ശ്രേയസ്. പ്ലാറ്റിനിയുടെ റൺ. ഓക്കെ, പാസ് ടു എറ്റോ ലുക്കിംഗ് ഫോർ ആൻഡ് Bergomide nice interception. Edgar Davies. Gullit. Vieira. Nice pass to Gullit. Gullit in the run. Okay, open chance and nice pass to Ronaldo and Van Dijk in the nice interception. Okay, here we go. ശ്രേയസ് attack. Oh, what a lofted pass but it's missed. ആ lofted pass വിചാരിച്ച പോലെ കണക്ട് ചെയ്യാനായിട്ട് ശ്രേയസിന് സാധിച്ചില്ല. ഓക്കെ, പെലെ. ഓക്കെ, വക്കുവിന്റെ കയ്യിൽ തന്നെ സെക്കൻഡ് ബോൾ കിട്ടിയിരിക്കുകയാണ്. വക്കു കൺട്രോൾ ചെയ്യുകയാണ്. ഓക്കെ, വിത്ത് മെസ്സി. വിയറ. പെലെ മെസ്സി. വാട്ട് എ പാസ് ടു റൊണാൾഡോ. ഔട്ട് ആൻഡ് ഷൂട്ട്. ഓ, റൊണാൾഡോനെ നല്ല സ്റ്റണ്ണിങ് ഷൂട്ട് ആയിരുന്നു. വൺ ഷൂട്ട് ഫ്രം റൊണാൾഡോ ആൻഡ് ഇറ്റ്സ് 1-1 for okay, when we finish our half time it's 1-1. The score is 1-1.
അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ രണ്ടുപേരും ഭാഗത്തുനിന്ന് അറ്റാക്ക് ഉണ്ട്. ഓക്കെ, ശ്രേയസ് വീണ്ടും മെസ്സിയെ ഉള്ളിലേക്ക് തന്നെ തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ചേഞ്ചിങ് പൊസിഷൻസ് ആൻഡ് കക്കായിൻ. ഓക്കെ, ബോൾ കൺട്രോൾ കുറച്ചുകൂടി കിട്ടാനായിരിക്കണം കക്കേനെ ക്രിയേറ്റീവ് പ്ലേ മേക്കറിന് ഇവിടെ പ്ലേസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം അത് വർക്കൗട്ട് ആകുമോ എന്ന്. ഓക്കെ, പല ടാക്ടിക്സ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. വക്കു ഒന്നും പ്രത്യേകിച്ചൊന്നും നമുക്ക് ചെയ്യുന്നതായി കാണുന്നില്ല. ജസ്റ്റ് നോർമലായിട്ട് തന്നെ പോകുന്ന ഒരു ഗെയിം പ്ലേ ആണ് വക്കുവിന്റെ. സോ ശ്രേയസ് ഇവിടെ ടാക്ടിക്സ് ഒന്ന് മാറ്റി പിടിക്കുന്നുണ്ട്. ഗിൽബർട്ടോ സിൽവ, ഗുലേറ്റ്, പെർലോ, പ്ലാറ്റിനി, നൈസ് റൺ ആൻഡ് നൈസ് ഫേക്ക് പാസ് അഗെയിൻ. ഓക്കെ, നൈസ് പാസ് ടു ലൂയിസ് സുവാരസ്. ഓക്കെ, ടേൺ. ഓക്കെ, അവിടെ സുവാരസ് ബോൾ കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ, സുവാരസ് വക്കുവിന്റെ ഡിഫൻസിനെ വളരെയധികം ബ്രേക്ക് ചെയ്യാനുള്ള വഴി കണ്ടെത്തി. അപ്പോൾ വക്കു അത് നേരിട്ടു. നല്ല ഡിഫൻസ് ഫ്രം വക്കു. ഓക്കെ, പെർലോന്റെ നൈസ് ലോഫ്റ്റഡ് പാസ്, പക്ഷെ അത് വക്കു ഇന്റർസെപ്റ്റ് ചെയ്തു. ഓക്കെ, ക്ലിയർ. അതൊരു ഡേഞ്ചറസ് ആയിരുന്നു, ബട്ട് വക്കു ക്ലിയർ ചെയ്ത് ഒഴിവാക്കി. ഓക്കെ, വക്കുവിന്റെ നൈസ് അറ്റാക്ക്, പാസ് ആൻഡ് മൂവ്. മെസ്സി റൺ ചെയ്യുന്നുണ്ട്. ഗുല്ലിറ്റിന്റെ കയ്യിലാണ് ബോൾ. ഓക്കെ, ക്രോസ് ആൻഡ് ഓക്കെ, ശ്രേയസ് അത് ഹെഡ് ചെയ്ത് ക്ലിയർ ചെയ്ത് കോർണർ കൺസിഡർ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെയും വക്കു ഡേഞ്ചറസ് ആണ്. സെറ്റ് പീസിലും വക്കു അത്യാവശ്യം ഡേഞ്ചറസ് ആണ്. ലൈവ് ആണെന്ന് എല്ലാവർക്കും അറിയാം. സോ ലെറ്റ്സ് സീ വാട്ട്സ് ഗോണ ഹാപ്പൻ. ഓക്കെ, മെസ്സിയുടെ നല്ല കോർണർ ആൻഡ് ക്രിസ്ത്യാനോ റൊണാൾഡോ ചെയ്തെങ്കിലും ഫുള്ളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയില്ല ബോളും ഹെഡും. സോ അത് ശ്രേയസ് സേവ് ചെയ്തിരിക്കുകയാണ്. ശ്രേയസിന്റെ അറ്റാക്ക് ആൻഡ് ഓക്കെ, ഗുലേറ്റ്. What a block from Nesta. And here we go. Platini run. Okay, nice. ആൻഡ് അതൊരു ഫൗൾ കിക്കൽ രക്ഷിച്ചിരിക്കുകയായിരുന്നു. കാരണം പ്ലാറ്റിനി ഒന്ന് ജസ്റ്റ് ഒന്ന് നീങ്ങിയായിരുന്നു. സോ അതൊരു ഫൗൾ കമ്മിറ്റഡ് ബൈ വക്കു ആൻഡ് ശ്രേയസിന്റെ ഫ്രീ കിക്ക്. ഓക്കെ, ശ്രേയസ് ഇതാ ഗെയിം പ്ലാനിലേക്ക് പോയി ചേഞ്ച് ചെയ്യാനുള്ള ശ്രമമാണ്. പിന്നെ വരുന്നു. സമയം ഓൾറെഡി കഴിയാറായി. ഓക്കെ, പെലെ സി എഫിലേക്ക് വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഫിനോമിനൽ ഫിനിഷിംഗ് ഉള്ള എംബാപ്പയും ഉണ്ട്. സോ സി ഗെയിം ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ, നെഡ്വഡ് ഈസ് ഇൻ. ഓക്കെ, 2 3 4 സബ്സ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, ഫോക്സ് ഇൻ ദ ബോക്സ് അല്ല, ബോക്സ് ടു ബോക്സിനെ ഇറക്കി. ആൻഡ് സി എഫിന്റെ ആങ്കർ കൊടുത്തിരിക്കുകയാണ് ശ്രേയസ്. അപ്പോൾ ഇനി തൊട്ട് എനിക്ക് തോന്നുന്നു ബോക്സ് ടു ബോക്സ് ഉള്ളത് കൊണ്ട് ഇനി ഒരിക്കലും ലിങ്ക് പ്ലേ വർക്ക് ആവാൻ ചാൻസ് ഇല്ല. ഓക്കെ, തുറാമാണ് കിക്ക് എടുക്കുന്നത്. തുറാമിന്റെ നൈസ് കിക്ക് ആൻഡ് here we go and foul. വക്കുവിന്റെ ഭാഗത്തുനിന്ന് ഒരു ഫൗൾ ആൻഡ് ഇതൊരു ഫ്രീ കിക്ക് ആണ്. ഡേഞ്ചറസ് ഏരിയയിൽ നിന്നുള്ള ഒരു ഫ്രീ കിക്കാണ് ശ്രേയസിന് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ശ്രേയസിന് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? ആരാണ് എടുക്കുന്നത്? ഓക്കെ, നെറ്റ്ഫർഡ് തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, നെറ്റ്ഫർഡ് ആണ് എടുക്കുന്നത്. ഓക്കെ, നെറ്റ്ഫർഡിനെ നൈസ് പ്ലേസ്മെന്റ് ആൻഡ് ഇത്തിരിയും കൂടി താഴ്ന്നു വരുന്നോ? അത് ചാൻസ് ആയിരുന്നു, ബട്ട് നെറ്റ്ഫർഡിന് അത് പ്രിസൈസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, ഹിയർ വി ഗോ. 65 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ വീണ്ടും ശ്രേയസിന് ഒരു കോർണർ കിട്ടിയിരിക്കുകയാണ്. ശ്രേയസ് ഫോക്കസ് ചെയ്യുന്നുണ്ട് കളിയിൽ ഒരുപാട്, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ടൈം എടുത്തിട്ടാണ് ഓരോ മൂവ്മെന്റ്സും ശ്രേയസ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ബ്ലൈൻഡ്ലി ഒന്നും ചെയ്യുന്നില്ല ശ്രേയസ്. ഓക്കെ, കക്ക ഓഫ് കോഴ്സ് ഇത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഗെയിമാണ്. സെമി ഫൈനൽ ഓഫ് കോണ്ടിനെന്റൽ ക്ലാഷ് ആണ്. ഓക്കെ, മൈനസ്. ഓക്കെ, വീണ്ടും ഒരു കോർണർ തന്നെയാണ്. ഡേഞ്ചറസ് അകലുന്നില്ലല്ലോ വക്കുവിന്റെ ഭാഗത്ത് നിന്ന്. ഡേഞ്ചറസ് അകലുന്നില്ല. ശ്രേയസിന് കോർണർ കിക്ക് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. നമുക്ക് നോക്കാം. ഓക്കെ, നൈസ് പാസ് ടു തുറാമിന്റെ നൈസ് ടാക്ടിക്കൽ മൂവ്മെന്റ്, അല്ലെങ്കിൽ ശ്രേയസിന്റെ ഒരു ടാക്ടിക്കൽ മൂവ്മെന്റ്സ് എന്ന് വേണം പറയാൻ. ഓക്കെ, ആൻഡ് ഫേക്ക് ഷോട്ട്. ഫേക്ക് ഷോട്ട് വാസ് റിയലി ഡേഞ്ചറസ്. വി ഓൾ നോ ദാറ്റ്. സോ ശ്രേയസിന്റെ ആ ഫേക്ക് ഷോട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഡേഞ്ചറസ് ആണ്. അപ്പോൾ ശ്രേയസ് അത് നന്നായി എക്സിക്യൂട്ട് ചെയ്യുകയായിരുന്നു. വക്കുവിന്റെ നല്ല ഡിഫൻസും അല്ലെങ്കിൽ വക്കുവിന്റെ എന്താ പറയാ ഭാഗ്യവും തുണച്ചു ആ ടൈം. ഓക്കെ, എംബാപ്പേ ബ്ലിറ്റ്സ് കേൾ ഫ്രം just a curl and
ശ്രേയസ് 2-1 ലീഡ് ഉയർത്തിയിരിക്കുകയാണ്. അത് എംബാപ്പെ എന്താ പറയാ, അതാണ് ശ്രേയസിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയും കൂടിയാണ്. പ്ലെയർ മൂവ്മെന്റ് നോക്കും, AI മൂവ്മെന്റ്സ്, അതായത് ഓഫ് ദ ബോൾ റൺസ്. ശ്രേയസ് ശരിക്കും ശ്രദ്ധിച്ചാണ് കളിക്കുന്നത്. നമുക്ക് ഈ ഒരു പാസ് കണ്ടാൽ തന്നെ മനസ്സിലാവും. എംബാപ്പെ റൺ എടുക്കുന്നത് കണ്ടു, ത്രൂ പാസ് കൊടുത്തു. പിന്നെ ഒന്നും എന്താ പറയാ, ഒന്നും ചെയ്യാനില്ല. പിന്നെ just curl the ball guy, just curl the ball bro. So it's done, it's 2-1. ഓക്കെ, ഡബിൾ ഡിഫൻസ് ഓൺ ആക്കിയിരിക്കുകയാണ്. സോ ഇറ്റ്സ് എ ടാക്ടിക്കൽ മൂവ്മെന്റ് ആൻഡ് ഗാരറ്റ് ബെയിലിന്റെ റൺ. ഓക്കെ, വക്കു സ്റ്റിൽ ഗോട്ട് എ ചാൻസ്. വക്കു ഒരെണ്ണം അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിക്കുന്ന ഒരാളാണ്. ഓക്കെ, നൈസ് പാസ്. ഓ, നൈസ് ലോഫ്റ്റഡ് പാസ് ആയിരുന്നു, അല്ലെങ്കിൽ നൈസ് ക്രോസ് ആയിരുന്നു. ഓക്കെ, ഗിൽബർട്ടോ, എഡ്ഗർ, വീണ്ടും ഗിൽബർട്ടോ, ബെയിൽ, നൈസ് പാ. ഓ, അതൊരു ഷൂട്ടിനുള്ള ശ്രമിച്ചെങ്കിലും ബട്ട് കണക്ട് ചെയ്യാൻ പറ്റിയില്ല, ബ്ലോക്ക് ചെയ്യപ്പെട്ടു. ഓക്കെ, വീണ്ടും ഇനി വക്കുവാണ് ബോൾ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സിൽവ, ബെയിൽ, റുമി ആൻഡ് ക്രൈഫ്, ഫേക്ക് ഷോട്ട് അഗൈൻ, വിയറ ആൻഡ് ക്രൈഫ്, നൈസ് പാസ് ഇൻ ദ ബോക്സ് ആൻഡ് ഫിനിഷ്. വക്കു എന്താ കാത്തിരിക്കുകയായിരുന്നു ശ്രേയസറിനെ അടിക്കാനായിട്ട്, തിരിച്ചടിക്കാൻ. വക്കുനി ശ്രേയസറിനെ അടിച്ചാൽ അങ്ങ് തിരിച്ചടിക്കാനുള്ള ഒരു ആവശ്യം വരുന്നു. ഓക്കെ, 2-2 അഗൈൻ. വക്കു വീണ്ടും അത് സമനിലാക്കിയിരിക്കുകയാണ്. വീണ്ടും ശ്രേയസ് തന്നെ ബോൾ പൊസിഷൻ വെക്കുന്നു. ഓക്കെ, പെലെ റൺ, പെലെ ലുക്കിംഗ് ഫോർ സ്പേസ് ബട്ട് വക്കു അത് മാനേജ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, വീണ്ടും ഒരു കൗണ്ടർ ആൻഡ് ബ്ലോക്ക് ചെയ്യപ്പെട്ടു. ഓക്കെ, വക്കു അത് ക്ലിയർ ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, മാൽഡിനി റൺ by in left flank and Kaká, nice pass to Matthaus and again Nedved got the ball. Nedved, it's nearly done this match. എനിക്ക് തോന്നുന്നു ഇതൊരു ഡ്രോ ആയി കലാശിച്ച് എക്സ്ട്രാ ടൈമിലേക്ക് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഓക്കെ, നൈസ് ലോഫ്റ്റഡ് പാസ്. ഓക്കെ, it's 2-2 after that 90 minutes of the match. What a tight match guys. Even though ശ്രേയസ് 2 ഗോൾ അടിച്ചിരുന്നെങ്കിലും, ശ്രേയസ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തെങ്കിലും, വക്കുവിന് കിട്ടിയ ചാൻസ് നല്ല വെടുപ്പായിട്ട് അങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശ്രേയസ് ബോൾ കൺട്രോൾ ചെയ്തോളൂ, ബട്ട് ഞാൻ സ്കോർ ചെയ്യും, അതാണ് വക്കുവിന്റെ ഒരു ലൈൻ. ബട്ട് 2-2 നമുക്ക് നോക്കാം എക്സ്ട്രാ ടൈമിൽ ആര് ജയിക്കുന്നു. ഓക്കെ, വളരെ ടൈറ്റ് കളിയാണ്. രണ്ടുപേരും നന്നായിട്ട് ഹോൾഡ് ചെയ്യുന്ന പ്ലേയേഴ്സാണ്. രണ്ടുപേരും ഒരിക്കലും ഒരു ബ്ലൈൻഡ് ഡിസിഷൻ എടുക്കുന്നില്ല കളിയിൽ. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, രണ്ടുപേരും ശ്രദ്ധിച്ചാണ് ഓരോ മൂവും നടത്തുന്നത്. ഓക്കെ, വക്കു ഇപ്പോഴും എന്താ പറയാ, ഫോർമേഷനിൽ ഒരു മാറ്റം വന്നതായിട്ട് ഞാൻ കാണുന്നില്ല. സ്റ്റിൽ കുറച്ച് പ്ലേയേഴ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സൂപ്പർ സബ് ബെയിൽ ഈസ് ഇൻ ദ ഗെയിം ആൻഡ് ലെറ്റ്സ് സീ ഹൂസ് ഗോണ മേക്ക് ദ ഡിഫറൻസ്. ആര് ഡിഫറൻസ് മേക്ക് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ആര് പെനാൽറ്റിയിലേക്ക് പോകുമോ, ഒന്നും നടക്കാതെ ജസ്റ്റ് ഒരു എക്സ്ട്രാ ടൈം മാത്രമായി മാറുമോ എന്ന് നോക്കാം. ഓക്കെ, മത്താവൂസ്. ഓക്കെ, ഫേക്ക് ഷോട്ട്. കനവാരോയുടെ കനവാരോ അത് ലാഗോ എന്നാണെന്ന് തോന്നുന്നു. കനവാരോയ്ക്ക് അത് ഔട്ട് അടിച്ച് കളയേണ്ടി വന്നു. ഓക്കെ, ആൻഡ് അതൊരു വലിയൊരു കോർണറാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് വക്കു. ഓക്കെ, ശ്രേയസിന്റെ കോർണർ ഷുഡ് ബി റിയലി ഡേഞ്ചറസ്. നമുക്ക് കണ്ടതാണ് മാച്ചിൽ തന്നെ പല തവണ ശ്രേയസ് അത് കാണിച്ചു തന്നതാണ്. ഓക്കെ, വിയറ ആൻഡ് വക്കു നൈസ് ഡിഫെൻഡിങ് ആൻഡ് here we go. I told you ശ്രേയസിന് കോർണർ ഡേഞ്ചറസ് ആണ് ഗൈസ്. അത് എന്താ പറയാ, അത് കനവേരന്റെ മിസ്റ്റേക്ക് അല്ല, അത് ഗെയിമിൽ ചിലപ്പോൾ ചെറിയൊരു സ്ലോനെസ് എന്തെങ്കിലും വന്നതായിരിക്കും. ഓക്കെ, അത് നല്ല രീതിക്ക് തന്നെ ശ്രേയസ് എക്സിക്യൂട്ട് ചെയ്ത് കോർണർ അത് ഗോളാക്കി മാറ്റിയിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, മാൽഡിനി, now Akku will again score I think. Okay, now Pele, Matthaus, Mbappe, Kaká and okay, വക്കു നൈസായിട്ട് ടാക്കിളൊക്കെ ചെയ്ത് നോക്കി, ബട്ട് ശ്രേയസ് ബോൾ തരില്ല എന്നാണ് പറയുന്നത് ഈ ഒരു ഹാഫ്. ഓക്കെ, കക്കാ, വാട്ട് എ ഡ്രിബ്ലിംഗ് ഫ്രം ശ്രേയസ് ആൻഡ് കക്ക ഗോട്ട് ദ ബോൾ. കക്ക ഫേക്ക് Matthaus and intercepted and lofted pass and okay, ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ എക്സ്ട്രാ ടൈമിന്റെ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ 3-2 ആണ് നമ്മുടെ സ്കോർ. സോ ഇതിൽ വളരെ 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 അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രേയസിനോ ശരിക്കും ഇനി ഡിഫൻസിലേക്ക് പോയേ പറ്റൂ. വക്കുനെ പോലെ ഒരു പ്ലെയറിന്റെ കൂടെ ഇനിയൊരു അതൊരു എക്സ്ട്രാ ടൈമിന്റെ ഒരു ഹാഫ്
ടൈം ആണെങ്കിൽ പോലും അത് വളരെയധികം എന്താ പറയാ ഒരുപാട് സമയമുള്ള പോലെ ശ്രേയസിന് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ശ്രേയസ് ആണെങ്കിൽ നന്നായിട്ട് ബോൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രഷർ ഈ സമയത്ത് ശരിക്കും പ്രഷറില്ലാതെ കളിക്കാൻ ശ്രേയസിനെ പറ്റൂ. അവനത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. ബെല്ലിംഗാം ആൻഡ് എംബാപ്പെ ഗോട്ട് ദ ബോൾ. കക്ക ആൻഡ് ത്രൂ പാസ് ടു എംബാപ്പെ. ഓ, വീണ്ടും നല്ലൊരു ചാൻസ് ആൻഡ് ഫേക്ക് ഷോട്ട്. വാട്ട് എ ഫേക്ക് ഷോട്ട് ബ്രോ. I am a huge fan of his fake shot, guys. Nedved run and again fake shot. ശ്രേയസിനൊന്നും വേണ്ട, ഇനി ഈ ബോൾ അങ്ങ് കൺട്രോൾ ചെയ്ത് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് തന്നെ. ഓക്കെ, നൈസ് ഡബിൾ ഡിഫൻസിങ് ആൻഡ് പ്രഷർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, തുറാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും, വക്കുവിന്റെ പ്ലെയർ ഓടിയപ്പോൾ അവൻ ആ പ്രഷർ റിലീസ് ചെയ്യുകയും ആ പ്ലെയറിന് ആ റൺ എടുക്കുന്ന പ്ലെയറിന്റെ കൂടെ മറ്റേ ഡിഫൻഡർ ഓടുകയും ചെയ്തു. അത് വളരെയധികം നല്ല ടാക്ടിക്കലാണ്. അല്ലെങ്കിൽ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രൂ പാസ് കൊടുത്താൽ മതിയല്ലോ ആ റണ്ണിൽ തന്നെ, പ്രത്യേകിച്ച് വക്കുവാണ്. അപ്പോൾ അത് വളരെ നല്ലൊരു മൂവ്മെന്റ് ആയിരുന്നു ശ്രേയസിന്റെ ഭാഗത്ത് നിന്ന്. അതൊക്കെയാണ് ചെറിയ ചെറിയ ഡിഫൻസിൽ ഒരു ചെറിയൊരു എന്താ പറയാ സ്വിച്ച് ഒന്ന് മാറി ഞെക്കിയാൽ മാത്രം മതി, നമ്മൾ കൺസീഡ് ചെയ്തിരിക്കും. പ്രത്യേകിച്ച് ഇങ്ങനത്തെ വലിയ വലിയ മാച്ചുകളിലെ വലിയ വലിയ ഒപ്പോണൻസ് വരുമ്പോൾ. സോ കെയർഫുൾ ആയിരിക്കണം നമ്മൾ. ഓക്കെ, ശ്രേയസും കളിയൊന്ന് ജസ്റ്റ് മാറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി മിഡ് ഭരിക്കാനും കളി കൺട്രോൾ ചെയ്യാനും വേണ്ടി തന്നെയായിരിക്കണം ശ്രേയസ് ഈ ഒരു ഫോർമേഷൻ ഇപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ വക്കു അത് ഉറപ്പായിട്ടത് എന്താ പറയാ യൂസ് ചെയ്തിരിക്കും. ഓക്കെ, എന്തായാലും കോർണറാണ്. വക്കുവിനെ അത് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. വക്കുവിന്റെ ഒരു 5 മിനിറ്റ് ബാക്കി നിൽക്കിയ വക്കുവിന്റെ ചാൻസ് ആണ്. വളരെ 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 ഡേഞ്ചറസ് ആയിരിക്കും ശ്രേയസിന്. ഇതൊരു പെനാൽറ്റിയിലേക്ക് പോകാൻ എനിക്കും സത്യം പറഞ്ഞ ഒരു ആഗ്രഹമില്ല. ബട്ട് സ്റ്റിൽ നല്ലൊരു ഗെയിം നമുക്ക് കാണാലോ, നല്ലൊരു ഗെയിം, നല്ലൊരു അറ്റാക്ക് കാണാലോ. ഓക്കെ, ആൻഡ് മാൾഡിനി ക്ലിയർ ദ ബോൾ. ഓക്കെ, അവിടെ ശ്രേയസ് രക്ഷപ്പെട്ടു. ബട്ട് ക്രൈഫ് ഗോട്ട് ദ ബോൾ ആൻഡ് അതൊരു എന്താ പറയാ ഇമ്പോർട്ടന്റ് ടാക്കിൾ ഫ്രം വിയർ കേട്ടോ, ബെയിൽ ആൻഡ് കൗണ്ടർ ഫ്രം ശ്രേയസ് റൈറ്റ് ഫ്ലാങ്കിലേക്ക് പോയി ആൻഡ് ടാക്കിൾ ചെയ്ത് വീണ്ടും ബോൾ എടുത്തിരിക്കുകയാണ് ക്രൈഫ്. നൈസ് പാസ് ടു റുമി ആൻഡ് നെസ്റ്റ അത് എടുത്തിരിക്കുക. നെസ്റ്റയുടെ ഫിസിക്കൽ യൂസ് ചെയ്ത് അത് സിമ്പിളായിട്ട് ഇന്റർസെപ്റ്റ് ചെയ്തു ഗൈസ്. സോ ദാറ്റ് വാസ് എ ഗ്രേറ്റ് ഗെയിം. വക്കു വളരെയധികം നന്നായിട്ട് കളിച്ചു, ഒപ്പം തന്നെ ശ്രേയസ് നന്നായിട്ട് കളിച്ചു. ബട്ട് സം അൺലക്കി മൂമെന്റ്സ്. എന്തായാലും വാട്ട് എ ഗുഡ് ഗെയിം ഫ്രം ശ്രേയസ്. നല്ല നല്ല ഫേക്ക് ഷോട്ടുകൾ നമുക്ക് കാണാൻ പറ്റി. സോ ഫൈനലിൽ നമ്മൾ കാണാൻ പോകുന്ന മാച്ച് ഇനിയിപ്പോ ശ്രേയസ് വേഴ്സസ് ഹീറോ ആയിരിക്കും. സോ ആ മാച്ചിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. ബൈ ഗായ്സ്, സീ യു ഫോർ അനദർ മാച്ച്. അടുത്ത മാച്ചിൽ കാണാം.